ഇന്ന് നമ്മൾ വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ടുള്ളൊരു പാൽപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിലാണ് നമ്മൾ ഈ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പണിയൊന്നുമില്ല. എല്ലാം മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു പാൽപ്പായസമാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. 4 ഗ്ലാസ് പാല് വേണം. 1 കപ്പ്, അത് ഏത് കപ്പിലാണോ പാലെടുത്തത് ആ കപ്പിൽ 1 കപ്പ് പഞ്ചസാര, 1 ഗ്ലാസ് പഞ്ചസാര. ഇതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരിയാണ്. പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഉണക്കലരി ഉള്ളവർക്ക് ഉണക്കലരി യൂസ് ചെയ്യാം. എല്ലായിടത്തും ഉണക്കലരി ഉണ്ടാവില്ല. പച്ചരി എല്ലായിടത്തും എപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പച്ചരിയിൽ കാണിച്ചു തരുന്നത്. ഈ പച്ചരി 1 പിടി, ഈ കയ്യിൽ, നമ്മുടെ കയ്യിൽ പായസം ഉണ്ടാക്കുമ്പോൾ എത്രയാണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ആ 1 പിടി അരിയാണ് വേണ്ടത്. അതായത് 4 കപ്പ് പാല് വേണം, 1 കപ്പ് പഞ്ചസാര, 1 പിടി അരി. അതാണ് ഇതിന്റെ കണക്ക്. ഈ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. പാൽപ്പായസം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ അരി നമുക്ക് ഇങ്ങനെ തന്നെ, പച്ചരി ഇങ്ങനെ തന്നെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതല്ല, അങ്ങനെ അത്ര വലുതായിട്ട് ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒരു അടി അടിച്ചു കൊടുക്കാം. അപ്പൊ ഒന്നുകൂടെ ചെറുതായിട്ട് കിടക്കും പായസത്തിൽ അരി. അതല്ല, ഇങ്ങനെ മുഴുവനോട് ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ്. ചെറുതാക്കണമെന്ന് ഒരു നിർബന്ധവും. എനിക്ക് ഇത്തിരി ചെറുതാക്കി ഇടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ അടിക്കുന്നതിന് മുമ്പ് ഈ അരി കഴുകരുത്. ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ അരി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ അറിയാം പൊടി പോലെ ആയിട്ടില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പം അരി ഞാൻ നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. ഞാനൊരു വലിയ കുക്കർ എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ കുക്കർ ഉണ്ടെങ്കിൽ വലിയ കുക്കറാണ് എളുപ്പം. വലിയ കുക്കർ എടുക്കുന്നതാണ് സൗകര്യം. കാരണം നമ്മൾ ഈ കുക്കർ അടച്ചാണ് ഇത് കുക്ക് ചെയ്യുന്നത്, ഇളക്കമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വലിയ കുക്കറാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വലിയ കുക്കറിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ അരി കഴുകി വാഷ് ചെയ്ത് എടുത്തേക്കണ അരി ചേർക്കാം. അരി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് കൊടുത്തു. ഇനി ഈ 1 ഗ്ലാസ് പഞ്ചസാര, ഈ 1 ഗ്ലാസ് പഞ്ചസാര ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് പാല്. 4 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. ആ പഞ്ചസാര അളന്ന അതേ ഗ്ലാസ്സിലാണ് ഞാൻ പാലും എടുത്തത്. 4 ഗ്ലാസ് പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ചിലപ്പോൾ അരി കഴുകിയിട്ടതുകൊണ്ട് ഒരു സൈഡിൽ തന്നെ കിടക്കും. അപ്പം അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു. കുക്കർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതല്ലെങ്കിൽ പാലായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോവും. ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ കുക്കർ അപ്പം നന്നായി വാഷ് ചെയ്തിട്ട് വേണം അതിനകത്ത് ഇതാവാൻ. അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കണം. ഫുൾ ഫ്ലെയിമിൽ വച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വെയിറ്റ് ഇടരുത്. ആദ്യം ഈ വെയിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ ഇടണം. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് ഇതിനകത്ത് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് ഇത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മൾ കുക്കർ അടച്ചു. ഇപ്പൊ ഞാൻ വെയിറ്റ് മാറ്റി വെച്ചേക്കുകയാണ്. ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ആവി വന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് വെയിറ്റ് ഇടാം. ഇത് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിം ആക്കി കൊടുത്തു. ഇനി ഈ ലോ ഫ്ലെയിമിൽ വെയിറ്റ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇത് ഒരു 20 മിനിറ്റ് ഇങ്ങനെ കിടക്കണം. അപ്പം ഇതിനകത്തുനിന്ന് വിസിൽ വരില്ല. ഈ വിസിൽ ചിലപ്പോൾ വരികയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഇതൊന്നും തട്ടി കൊടുത്താൽ മതി. വിസിൽ വരില്ല. അപ്പോൾ 20 മിനിറ്റ്, കറക്റ്റ് 20 മിനിറ്റ് ഈ കുക്കറിൽ ലോ ഫ്ലെയിമിൽ ഇത് കുക്കാവട്ടെ. അതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക്. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് കുക്കായി കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 20 മിനിറ്റ് ആയി. എനിക്കും ഇതിനകത്തുനിന്ന് 2 വിസിൽ വന്നിരുന്നു. കുഴപ്പമില്ല, സാരമില്ല, വന്നോട്ടെ. എനിക്കും വന്നു. ചിലപ്പോൾ വരില്ല വിസിൽ, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വന്നു എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. 20 മിനിറ്റ് ആയി, കറക്റ്റ് 20 മിനിറ്റ് ആയിട്ട് ഞാനിത് ഓഫ് ചെയ്യുകയാണ്.
ഓഫ് ചെയ്തിട്ട് ഞാൻ ആ ഗ്യാസിൽ നിന്നൊന്ന് മാറ്റി അപ്പുറത്തെ ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഇനി 1 മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. 1 മണിക്കൂർ നമ്മളിത് ഓപ്പൺ ചെയ്യരുത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവി കുറച്ച് കഴിയുമ്പോൾ പോയിട്ടുണ്ടാവും, എന്നാലും നമ്മളത് തുറക്കരുത്. 1 മണിക്കൂർ അങ്ങനെ തന്നെ കുക്കറിൽ ഇരുന്നിട്ട് ആ പാല് നന്നായി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി കുക്കായിട്ടുണ്ട്. അപ്പം പായസത്തിന് നല്ലൊരു ടേസ്റ്റും കളർ ഡിഫറൻസും വരും. അതിന് വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ നമ്മൾ ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യാതെ കുക്കറിൽ വെക്കണത്. അപ്പം ഇങ്ങനെ 1 മണിക്കൂർ ഇരിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. പായസം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചൂടുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ 1 മണിക്കൂറായി. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം റെഡി ആയോന്ന്. പായസം നല്ല റെഡി ആയിട്ടുണ്ട്. തുടച്ച് എടുക്കാം. പായസം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുക്കറിലായതുകൊണ്ട് പാലായതുകൊണ്ട് തിളച്ച് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ആയേക്കുന്നത്. കുഴപ്പമില്ല. നല്ല തിക്കായിട്ട് പിങ്ക് പായസം ആയിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയും പാലും അരിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പായസം നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം പായസം നല്ല പിങ്ക് കളറിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, ഇൻഗ്രീഡിയൻസ് വളരെ കുറവായിട്ട് ഉണ്ടാക്കാൻ പറ്റും.